ഒരു കാറ് വാങ്ങുന്നതിനെ കുറിച്ച് ഒരു മലയാളി, ഒരു ശരാശരി മലയാളി ചിന്തിക്കുമ്പോൾ തിങ്ക് കാർ, തിങ്ക് റോയൽ ഡ്രൈവ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളായിരിക്കും റോയൽ ഡ്രൈവ് ചെയ്യുന്നത്? നമ്മളുടെ ഈ 10ാം വാർഷികത്തിൻ്റെ ടാഗ് ലൈൻ തന്നെ തിങ്ക് കാർ തിങ്ക് റോയൽ ഡ്രൈവ് എന്നാണ്. അതായത് നമ്മൾ ആദ്യം റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ലക്ഷറി മാത്രമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇന്റേണൽ ഡൈവേറിഫിക്കേഷൻ ആയിട്ട് ബഡ്ജറ്റ് കാറുകൾ റോയൽ ഡ്രൈവ് സ്മാർട്ട് വന്നു. അതേപോലെ തന്നെ ഞങ്ങൾ റോയൽ ഡ്രൈവ് കെയർ എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ വർക്ക്ഷോപ്പ് ശൃംഖല ഇപ്പോൾ കാലിക്കറ്റ് ഈ മാസം ഇനാഗുറേഷൻ അടുത്ത മാസം ഉണ്ട്, കൊച്ചി ഓൾറെഡി 3 വർഷം ആവുന്നു, ട്രിവാൻഡ്രത്തും വർക്ക്ഷോപ്പ് വരുന്നു. അപ്പോൾ ഒരു കാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു കസ്റ്റമർ ഒരു കാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യം റോയൽ ഡ്രൈവ്, കാറ് ഈസ് ഈക്വൽ ടു റോയൽ ഡ്രൈവ് എന്ന കൺസെപ്റ്റ്. അത് കാറുമായി ബന്ധപ്പെട്ട ഏത് സർവീസ് ആണെങ്കിലും, അതായത് സർവീസ് ആയിക്കോട്ടെ, പർച്ചേസ് ആയിക്കോട്ടെ, അവർക്ക് സെല്ല് ചെയ്യലായിക്കോട്ടെ, എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, അപ്ഗ്രേഡ് ആയിക്കോട്ടെ, ഇനി ആക്സസറീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ് ലിഫ്റ്റിംഗ്, പെയിൻറ്റിങ്, മറ്റ് എന്ത് തരം ഒരു കാറുമായി ബന്ധപ്പെട്ട് ഈവൻ ഇൻഷുറൻസ് എടുക്കുമ്പോഴും അങ്ങനെ ഒരു കാറുമായി ബന്ധപ്പെട്ട് എന്ത് ചിന്തിക്കുമ്പോഴും അതിന് ആൻസറായിട്ട് ഞങ്ങളുടെ ബ്രാൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 10ാമത്തെ വർഷത്തിൽ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നതാണ് ഒരു കേരളത്തിലെ കാർ ഉപയോഗിക്കുന്ന എല്ലാവരെയും ഒരു കുടക്കീഴിൽ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അതിലാണ് ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്.